തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൽച്ചട്ടി തെരുവ്, കാരണം ഇത് കൽച്ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരുവ് തന്നെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോഴും ആ പേര് ഒരിക്കലും മാറിയിട്ടില്ല. കൽച്ചട്ടി തെരുവിൻ്റെ സ്വാഭാവികമായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിന് എത്ര വർഷമായി? ഞങ്ങളൊരു പണ്ട് മുതൽ വരുന്നതാണ്. ആദ്യം കൽച്ചട്ടി തെരുവിലായിരുന്നു നമ്മുടെ കാരണവർ, നമ്മുടെ അച്ഛൻ. എന്നിട്ട് പിന്നെ കുറേ കാലം ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു 20 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെ നിന്നാണ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്? നമ്മൾ കൽച്ചട്ടി, മറ്റേ അമ്മി, ഉരള്, ഭരണികൾ, മറ്റേ കല്ലിൻ്റെ വിളക്ക്, എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. ഇതിപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്നത്? മറ്റേ കോറികളാണോ, എന്ത് കല്ലാണോ, കരിങ്കല്ലാണോ? കരിങ്കല്ലല്ല, ഇത് വെണ്ണക്കല്ലെന്ന് പറയും. ഇതിൻ്റെ കല്ല് വെണ്ണക്കല്ലാണ്. പക്ഷേ ഈ അമ്മി ഉണ്ടാക്കുന്നത്, ഇടികല്ല് ഉണ്ടാക്കുന്നത് കരിങ്കല്ലാണ്. കരിങ്കല്ല് വെണ്ണക്കല്ല് സേലത്താണ്. സേലം മേട്ടൂർ ഡാമിൻ്റെ അടുത്താണ്. മേട്ടൂർ ഡാമിൻ്റെ അടുത്താണ്. മുത്തശ്ശനായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നത്. ഞാൻ ഇപ്പോൾ ആദ്യം നമ്മുടെ അച്ഛനോടെ വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കൽപ്പാത്തിൽ മറ്റേ കൽച്ചട്ടി തെരുവ് വരുന്നത്. പിന്നെ കുറേ കാലം പിന്നെ നിർത്തി. എന്നിട്ട് ഇവിടെ കിച്ചണിൻ്റെ നമ്മൾ ഇതിൽ ആണ് ആദ്യം വന്നത്. കാണിച്ചാൽ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ കൽച്ചട്ടികൾക്ക് മാത്രമുള്ള ഒരു ഗ്രാമവീഥി. കാണിച്ചാൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ സ്വാഭാവികമായിട്ടും എന്തൊക്കെ ഈ കൽച്ചട്ടി കൊണ്ട് എന്തൊക്കെയാണ് ഗുണമുള്ളത്? അച്ചാറുകളാണ് എന്തൊക്കെയാണ്? കൽച്ചട്ടിയിൽ എല്ലാ കറികളും വെക്കുക. സാമ്പാർ, പുളിശ്ശേരി, രസം, അച്ചാർ, പിന്നെ തീയൽ, അവിയൽ, എല്ലാ കറികളും പാകം ചെയ്ത് നല്ലതാണ്. അത്രയും രേഖത്തിന് നല്ലതാണ്. തമിഴ് ബ്രാഹ്മണർ പണ്ട് കാലം മുതൽ തന്നെ കൽച്ചട്ടിയുടെ ഭയങ്കര ആരാധകരാണല്ലോ. എന്താണ്? അവരാണ് ഈ കൽച്ചട്ടിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത്. കൽച്ചട്ടി ആദ്യം വാങ്ങിയത് ബ്രാഹ്മൺസാണ്. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ ആളില്ല. ഇപ്പോഴത്തെ പിള്ളേരാരും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു 5-6 ആളേ ഉള്ളു. ഈ കൽച്ചട്ടി പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇത് മുടങ്ങും. മക്കളെ ഒന്നും പഠിപ്പിച്ചിട്ട് മക്കൾ ഇപ്പോൾ ഇതിൻ്റെ ഇതില്ല. ഇത്തവണ ആണോ മറ്റേ അമ്മി കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ ഒന്ന് നോക്കൂ. ഇത് അമ്മി അരച്ചില്ലെങ്കിൽ വാസുവിന് അമ്മി, ഉരള്, ഉളക്ക് ഇതൊക്കെ വേണം. അരച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. വീട്ടിലെ അടുപ്പ്, അമ്മി, ഉരള്, പടി, പാവ് ഇതൊക്കെ അതൊരു വീട്ടിലൊരു വാസ്തുവാണ്. ഇതൊക്കെ ഈ വാസ്തുവിന് വേണ്ടി വാങ്ങിയതില്ല. ആരും പറിക്കാറില്ല, എല്ലാം മിക്സിയിലേ അരയ്ക്കുന്നത്. ഇതൊരു വാസ്തുവിന് വേണ്ടി അമ്മി. സത്യമാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മുളകരിക്കുന്നൊരു ശീലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ അരിയാട്ട്, ആട്ടുകല്ല്, അമ്മിക്കല്ല്, അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ മാറിയിരിക്കുന്നു. മിക്സിയിലൊക്കെ നമ്മൾ വളരെ വേറൊരു ജീവിത രീതി മാറുമ്പോൾ തന്നെ വാസ്തുപ്രകാരം ഒരു വീട് കെട്ടുമ്പോൾ അതിന് കല്ലിൻ്റെ അമ്മിയും ആട്ടുകല്ലും ഒക്കെ വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിന്നെ വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് നോക്കട്ടെ. അത് ഡിസൈൻ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെ തന്നെയാണ്? ഓക്കെ അണ്ണാ, താങ്ക് യു. എന്തായാലും വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത് അറിയില്ലായിരിക്കും ഈ കൽച്ചട്ടി തെരുവിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ. കാരണം കൽച്ചട്ടിയും കൽപ്പാത്തി രഥോത്സവവും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം തന്നെയുണ്ട്. ഒരുതരം ആത്മബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ ഈ രഥം കടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ 2 വശത്തുള്ള കച്ചവടക്കാർ. ഇപ്പോൾ നോക്കൂ, കാണിച്ചാൽ ആളുകൾ എടുക്കുകയാണ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 2 ഭാഗത്തും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പിന്നെ രഥം കടന്നു വരുമ്പോൾ ഈ തിരക്കെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ കൽപ്പാത്തിയുടെ ഈ 3 ദിവസങ്ങളിൽ നടക്കുന്ന പിന്നെ രഥോത്സവത്തിനായിരിക്കില്ല കച്ചവടം. അതിന് ശേഷമുള്ള കടകൾ സന്ദർശിക്കാൻ, ഈ രഥോത്സവം കഴിഞ്ഞതിന് ശേഷമാണ് 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുക. അത് ആ ഒരു പിന്നെ കച്ചവടമാണ് പ്രധാനമായിട്ടും ഇവരുടെ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ആസാമിൽ നിന്ന് ഒക്കെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കച്ചവടക്കാർ, അവർക്ക് കൃത്യമായിട്ട് അറിയാം കൽപ്പാത്തി രഥോത്സവം ഒരു 20-25 ദിവസമെങ്കിലും രഥോത്സവം കഴിഞ്ഞാലും ഇവിടെ ഇത്തരം കച്ചവടക്കാർ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുന്ന ആളുകൾക്കും അറിയാം. ആളുകൾ അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ പിന്നെ രഥോത്സവത്തിൻ്റെ ആ തിരക്കിൽ നിന്ന് മാറി അതിനുശേഷമായിരിക്കും പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് ആ കമ്പനികളുടെ പ്രതിനിധികളും അവരും ഒക്കെ തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ എത്താറുണ്ട്. ഇപ്പോൾ
ഇവിടെയാണ് ഇത് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഒരു സഞ്ചാരം തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം നടത്തിയത് ഒരു വഴിയോര കച്ചവടക്കാരിലൂടെയുള്ള സഞ്ചാരം. കാരണം വെച്ചാൽ കൽപ്പാത്തിക്ക് മാത്രം അവകാശപ്പെട്ട ഇത്രയധികം പിന്നെ ആളുകൾ ഉള്ള അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ കടന്നു വരുന്നൊരു വഴിയോര കച്ചവടക്കാർ തിങ്ങി വസിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൽപ്പാത്തി തന്നെയാണ്. അത് 1-2 ദിവസമല്ല. നമ്മളിപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു ഉത്സവമൊക്കെ നടക്കുമ്പോൾ പൂരങ്ങളോ വേലകളോ ഒക്കെ നടക്കുമ്പോൾ 1-2 ദിവസമായിരിക്കും. പക്ഷേ ഇതങ്ങനെ 1-2 ദിവസമല്ല. അതല്ലാതെ ഒരു 10-20 പിന്നെ ദിവസമാണ് കാണിച്ചതിൻ്റെ ഒരു വരുന്നത്. സ്വഭാവമായിട്ട് ഇത് മസാലക്കട. പിന്നെ ഇതും എന്താ പറയുക ആളുകളെയൊക്കെ ആകർഷിക്കുന്നൊരു തരത്തിലാണ് ഈ മഹിമ സംഭാരങ്ങളും ഒക്കെ തന്നെ ഇത് കൊണ്ടുവന്നിരിക്കുന്നു. പാട്ട് എവിടെന്നാ വരുന്നത്? നമ്മൾ വടക്കന്തര. എന്തൊക്കെയാ മസാല ദോശ? മസാല സോഡ, സോഡ സർബത്ത്, നന്നാരി സോഡ, ജീരക സോഡ, ലെമൺ മസാല എല്ലാതും ഉണ്ട്. പിന്നെ നാരങ്ങ സോഡ. എവിടെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ രഥോത്സവം കാണാൻ എത്തുന്ന ആളുകൾക്ക് ദാഹം അകറ്റാൻ വേണ്ടിയിട്ടുള്ള മസാല സോഡകളും അതുപോലെ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വീറ്റ്സുകൾ. ഇത് മംഗൾദ്വീപ് ആരാണ്? എവിടെ നിന്നാണ്? പാലക്കാട് തന്നെയാണ്. മൂസ സൺസ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ. മൂസ സൺസ് നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാളാണിത്. എന്തൊക്കെയാണ് നമ്മളുള്ളത് ഇവിടെ? നമ്മൾ മെയിനായിട്ട് അഗർബത്തിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അഗർബത്തിക്ക് പുറമെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്, പിന്നെ ഘീ ഉണ്ട്, നെയ്യ് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം വരെ കൊണ്ടുവന്നു? അല്ല, കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എത്ര വർഷം നമ്മൾ ഒരു 6 വർഷം ചെയ്തുകൊണ്ടിരിക്കും. 6 വർഷം. എന്തായാലും ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്വാഭാവികമായിട്ടും ഓരോ സ്ഥാപനങ്ങളും സ്റ്റാളുകളും ഒക്കെ ഇവിടെ വളരെ രഥോത്സവത്തിന് എത്തുന്ന ആളുകളെ ആകർഷിക്കുകയാണ്. നമസ്കാരം. എന്താണ് കോക്കനട്ട് ഓയിലാണ്. അസറ്റ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് അസറ്റ് എന്നാണ്. അത്താച്ച് ഗ്രൂപ്പാണ്. എവിടുത്തെ കമ്പനിയാണ് അത്? കല്ലേക്കട. ഇത് വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആണ് ഇത് പറയുന്നത്. അസറ്റ്, കൊക്കോ അസറ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. സ്വാഭാവികമായിട്ടും ഇത് അതിൻ്റെ ഒരു സാമ്പിൾ കൂടിയാണ്. ഇത് കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്ന ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നു. ഇത് രഥസംഗമം നടക്കുന്ന പ്രധാന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഒരു വ്യാപാര ഉത്സവം. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വ്യാപാര ഉത്സവം എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ഒരു സ്ഥാപനം ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇത്തരം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ഈ കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതാണ് കുണ്ടമ്പലം ജംഗ്ഷൻ. നമ്മളൊരു സഞ്ചാരമായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ്. ഈ കുണ്ടമ്പലം ജംഗ്ഷനിലാണ് രഥങ്ങൾ സംഗമിക്കുന്നത്. ഇവിടെ നിന്നാണ് ആളുകൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. ഈ വിശാലമായ സ്ഥലത്ത് മറ്റേ അവസാന ദിവസം ദേവരഥ സംഗമം നടക്കും. ഇപ്പോൾ ഇത്തവണ നോക്കൂ, അതോടൊപ്പം തന്നെ വിവിധ പിന്നെ മാലകളും ഒക്കെ ഇതൊക്കെ രുദ്രാക്ഷങ്ങൾ, വിവിധ തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം രുദ്രാക്ഷങ്ങളുണ്ട് അത് മുഴുവൻ ഇങ്ങോട്ട് ഉണ്ട്. കാരണം ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്ന ഇത്തരം വളകൾ എല്ലാം ഉണ്ട്. തമിഴ്നാട് തിരുച്ചിനാപ്പള്ളി. എന്തൊക്കെയാണ് നമ്മൾ കൊണ്ട് രുദ്രാക്ഷങ്ങളൊക്കെയാണ്? എന്തൊക്കെയാണ് ഉദ്രാക്ഷം കളത്തായിട്ട് നല്ലത്, ഭാഗ്യം കിട്ടും, തൊഴിലൊക്കെ നല്ലത്, ഒരു വ്യാപാരത്തിന് നല്ലത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണത്? നമ്മൾ ഉണ്ടാക്കുന്നത്. പാദസരമൊക്കെ അല്ലേ? ഇത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന പാദസരങ്ങൾ, അതുപോലെ തന്നെ ചെയിനുകൾ, രുദ്രാക്ഷമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പ്രഷർ കാണുന്നത് പോലെ തന്നെ. കാരണം ഇത്തരം രുദ്രാക്ഷങ്ങൾ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും. കാരണം ഇതിനെല്ലാം തന്നെ ഇത്തവണയാണ് ഒരുപക്ഷെ ഇത് വന്നിരിക്കുന്നത്. എത്ര വർഷമായി ഇത് വരാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? 10 വർഷമായി വരും. 10 വർഷം വന്നിട്ട് തീർച്ചയായിട്ടും 10 വർഷമായിട്ട് വരുന്നവരാണ്. ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അല്ലേ? സ്ത്രീകൾ പിന്നെ ഇത് ഉണ്ടാക്കുന്ന സംവിധാനമൊക്കെ ഇത്തവണ കൂടുതൽ ആളുകൾ ഇത്തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ലക്ഷറി കാണുന്ന പോലെ ഈ ഓട്ടോ നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട്. ഇതാണ് ശരിക്കുള്ള കൽപ്പാത്തിയുടെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച. ഇപ്പോൾ നമുക്ക് കാണിച്ചാൽ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും
നോക്കൂ, അതാണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രം. ഇത് കുണ്ടമലത്തിന് മുന്നിൽ നിന്നാണ് നമ്മൾ ആ ഒരു വിഷ്വലുള്ളത്. ഇവിടെയും അത് തന്നെയാണ്. കാരണം ഈ കൂറ്റൻ രഥങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും വഴിയോര കച്ചവടക്കാർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുന്നത്. മാത്രമല്ല നല്ല തിരക്കാണ് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കുടുംബശ്രീയുടെ ആളുകൾ, അതിൻ്റെ ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ഇതാ ഇവിടെ വരാം. ഇത് കുങ്കുമം, ഇത് കുങ്കുമത്തിൻ്റെ പിന്നെ സംഭവങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള കുങ്കുമ ചിമിഴുകൾ. ഇവിടെ कुमकुम हिंदी गोरखपुर यूपी कुमकुम सेल. തീർച്ചയായിട്ടും ഇത് യു പിയിൽ നിന്നിട്ടുള്ള ആളുകളാണ്. കാരണം ഉത്തർപ്രദേശിൽ നിന്നിട്ടുള്ള കച്ചവടക്കാരാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് യു പിയുടെ നല്ല രസകരമായിട്ടുള്ള കുങ്കുമ ചിമിഴാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീകളെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുങ്കുമങ്ങളാണ്, ചുവപ്പും അതുപോലെ തന്നെ ബ്രൗണും ഒക്കെ ആയിട്ടുള്ള. അതോടൊപ്പം ഇത്തരം കുങ്കുമങ്ങളും കാവ്യ കലർന്ന ഇത്തരം കുങ്കുമങ്ങളും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. യു പിയിൽ നിന്ന് വന്നിട്ടുള്ള, ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ചെറിയൊരു സാധനമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ നോക്കൂ, പുതിയ ഐറ്റംസാണ്. കാരണം ഒരുതരം ഫാൻസി ഐറ്റംസ് പോലുള്ള വിവിധമായ സാധനങ്ങൾ. കാരണം വെച്ചാൽ കൽപ്പാത്തി രഥോത്സവത്തിന് ഒരുപക്ഷെ നമുക്കത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. പക്ഷേ ഇത് ഇവിടെ എത്തുന്ന ആളുകളെ കൂടുതൽ പിന്നെ ആകർഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർ ഇപ്പോൾ ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഴിയോര കച്ചവടക്കാരുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മാലകളും ഒക്കെ ഉണ്ടാക്കുന്ന എവിടെ നിന്നാണ് അവർ? തമിഴ്നാട്. എവിടെ ഉണ്ടാക്കുന്നതൊക്കെ? ഇതെല്ലാം അങ്ങോട്ട് മത്ര ഡൽഹി പക്കം വാങ്ങിട്ട് വരുന്നു. ഇത് നമ്മൾ വാങ്ങിക്കുന്നത് ഇതൊക്കെയാണോ? നമ്മൾ കറുത്ത ഇത് രുദ്രാക്ഷം അല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ? രുദ്രാക്ഷം നമ്മൾ മറ്റേത് മാല ഉണ്ടാക്കുകയാണ് അല്ലേ? പക്ഷേ കൽപ്പാതി വരാൻ തുടങ്ങി. ഇതെല്ലാം ടിഫൻ ഷാപ്പൊക്കെ ഒരു 4-5 വർഷം വന്നിട്ടേ ഇരുപ്പും പോയിട്ടേ ഇരുപ്പും. ഓക്കെ. തീർച്ചയായിട്ടും പിന്നെ വാച്ച് കടകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ വാച്ച്. കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഓരോ ഡിസൈനിലുള്ള വാച്ചാണ്. തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഓരോ നാടുകളിൽ നിന്ന് വരുന്നവരാണ്. പ്രത്യേകിച്ച് യു പി, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഒരു ഭാഷയുടെയൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിലും പലരും നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആസാമീസ് അവരും മലയാളമൊക്കെ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല ഇത് മുഴുവൻ കണ്ടില്ലേ, ഇവിടെ ആളുകളത് തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. കാരണം വെച്ചാൽ വളരെ കൃത്യമായിട്ട് ഒരു കുടുംബം തന്നെ. കാരണം ഇത്തരം മാലകളൊക്കെ വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ അത് കണ്ടു, അവരുടെ ഫാമിലി കാരണം ഇത് യു പിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള, രാജസ്ഥാൻ യു പിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സംരംഭങ്ങളാണ്. എവിടെയാണ്? തിരുച്ചി, തമിഴ്നാട്. തിരുച്ചി. ഇങ്ങനെ 5 വർഷം വരെ. എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് പാദസരം മാല, മോതിരം കച്ചവടം. ഇതൊക്കെ ഇത് പുതിയ ന്യൂ സ്റ്റൈലാതാ? ഓക്കെ. അങ്ങനെ തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ ഇവിടെ അതുപോലത്തെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളുടെ ഈ വഴിയോര കച്ചവടക്കാരെ പോലെ തന്നെ നമുക്കുള്ള മറ്റേ ബാങ്കിങ് അല്ലേ സിസ്റ്റം. എന്താണ് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്? ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ലോൺ മേളയാണ്, KSFEയുടെ ഒലോക്കോട് ബ്രാഞ്ചിൻ്റെയാണ് ഹൗസ് ലോൺ മേളയാണ് നടത്തുന്നത്. അത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ KSFEയുടെ ഗ്രൂപ്പ്, അങ്ങനെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നമ്മുടെ ഗവൺമെൻറ് സ്റ്റാളുകൾ എല്ലാം തന്നെ ഇവിടെ ആകർഷിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു സംവിധാനമാണ് KSFEയുടെ. എന്താ മേഡം? ഭവന വായ്പാ മേള. വരുന്ന ആളുകളെ ഞങ്ങൾ ഇതിലേക്ക് സ്കീമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരസ്യമാണ്. അവരെ മാക്സിമം ഞങ്ങൾ ലോണിലേക്ക് ആകർഷിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കുറികളിൽ ചേർക്കാനും വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ്. എത്ര വർഷമായി കൽപ്പാത്തി രഥോത്സവമായി ബന്ധപ്പെട്ട്? 4-5 വർഷം കൊണ്ട് വരുന്നുണ്ട്.
സന്തോഷം മേഡം. തീർച്ചയായിട്ടും 4-5 വർഷമായി KSFE-യുടെ സ്റ്റാളുകളുണ്ട്, അതുപോലെ KCB-യുടെ ഉണ്ട്, നമ്മുടെയൊക്കെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഇതുണ്ട്. ഇതെന്താണ് സംഭവം? മുത്തുമഴ ഗുജറാത്ത് നമ്മൾ എങ്ങനെയുണ്ട് വിൽപ്പന? നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അതോ ഇത് വാങ്ങിക്കതാ ഗുജറാത്താണ്? ഗുജറാത്ത്. അങ്ങനെ UP, രാജസ്ഥാൻ, ഗുജറാത്ത് ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ പിന്നെ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള മാലകളും വളകളൊക്കെ ഇത്തവണ നിറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ നോക്കൂ, ഇത് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബൊമ്മകളും ഇതും തമിഴ്നാടിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൊണ്ടുവരുന്ന ഓരോ കുട്ടികളെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ തന്നെ ഇവിടെ എത്തുന്ന ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനിടയിലാണ് നമുക്കറിയാം ഐശ്വര്യ മെസ്സ്. ഇപ്പോൾ കൽപ്പാത്തിയിൽ ഈ രഥോത്സവം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ മുറുക്കുകളും അതുപോലെ ഈ സ്വീറ്റ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആകർഷിക്കുക. കാരണം കൽപ്പാത്തിക്കാരുടെ മറ്റെന്താ വെച്ചാൽ രാജ്യത്തിന് വിവിധ ഏത് ഭാഗത്ത് പോലും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം ഇത് തന്നെയാണ്. നമ്മളിവിടെ ഗീ സ്വീറ്റ്സ് മാലാടുമാണ് പ്രത്യേകത. മൈസൂർ പാവ്, ജിലേബി ഇതെല്ലാം ലഡു എല്ലാം ഗീ സ്വീറ്റ്സിലുണ്ടാക്കണത്. ഇതെല്ലാം കൂടുതൽ മുറുക്ക് ഇതെല്ലാം കൂടുതൽ പോകണം നമ്മളവിടെ. തേരിന് വേണ്ടി മാത്രം ഉണ്ടാക്കി? അല്ലല്ല, ഇത് സ്ഥിരമായിട്ടുള്ള കടയാണ്. തേരിന് വേണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ പുളിസാദം, ലെമൺ സാദം അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് തേരിന് വേണ്ടി. പുളിസാദമൊക്കെ ഈ തേരിന് വേണ്ടി ഇവിടെ രഥോത്സവത്തിന് വേണ്ടി വരുന്നവർക്ക് തമിഴ് ബ്രാഹ്മിൻസ് തന്നെ അല്ലേ, ആ തമിഴ് ബ്രാഹ്മിൻസ് തന്നെ തയ്യാറാക്കുന്ന പുളിസാദം, പുളിച്ചോറ് അതൊക്കെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ വിശന്ന് പോകരുത്. ആർക്കെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാതെ തന്നെ ഇത്തരം ചെറിയ ഇത് തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങൾ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഐശ്വര്യ മെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യമുള്ളവർക്കത് ആവാം. കാരണം തക്കാളി സാദം, തൈര് സാദം, പുളിസാദം, ലെമൺ സാദം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്.